ആകാശവാണി കൊച്ചി FM 102.3. ഇന്നാദ്യം സമകാലികം. ആഗോളതലത്തിൽ ഇന്ന് ഏറ്റവും പ്രചാരമുള്ള നിക്ഷേപ രൂപങ്ങളിൽ ഒന്നായി സ്വർണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ലോകത്തിലെ ഭൗതിക സ്വർണത്തിന്റെ 20% വരും. നാണയങ്ങൾ, ബാറുകൾ, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ, ഡിജിറ്റൽ ഗോൾഡ് എന്നിവയുൾപ്പെടെ വിവിധ തരത്തിൽ സ്വർണം ലഭ്യമാണെങ്കിലും ഇന്ത്യയിലെ സാമൂഹ്യ ചുറ്റുപാടിൽ സ്വർണ്ണാഭരണങ്ങളിലുള്ള മുതൽ മുടക്ക് വളരെ വലുതാണ്. അതിഭീമമായ വിലവർധനവിനിടയിലും ആവശ്യാനുസരണമുള്ള ലഭ്യത, അപകട സാധ്യത കുറവ്, പണമാക്കാനുള്ള എളുപ്പം, ഉയർന്ന സാമൂഹ്യ പദവി തുടങ്ങിയ ഘടകങ്ങൾ ഈ മഞ്ഞ ലോഹത്തെ സാധാരണക്കാരുടെ ഇടയിൽ കൂടുതൽ ആകർഷണീയമാക്കുന്നു. എന്നാൽ സ്വർണ്ണാഭരണങ്ങളിന്മേലുള്ള നിക്ഷേപം ആരോഗ്യകരമായ ഒന്നാണോ? കേൾക്കാം ഇന്നത്തെ സമകാലികത്തിൽ. ഒരു നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവർക്ക് വളരെ ചെറിയ തുകയിൽ പോലും തുടങ്ങാവുന്ന സുരക്ഷിതമായ നിരവധി പദ്ധതികളുണ്ട് ഇന്ന് വിപണിയിൽ. 2,12,583 ടണ്ണാണ് ഇതുവരെ മൈൻ ചെയ്തെടുത്തിട്ടുള്ള ഗോൾഡ്. അതിൽ ഏകദേശം 25,000-ഓളം ടൺ കീപ്പ് ചെയ്യുന്ന ഇന്ത്യയിലാണ്. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റായ TB രാമകൃഷ്ണൻ. ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് കൂടുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അടുത്ത വർഷങ്ങളിലും ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ കൂടാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇനി ഭൂമിയുടെ അടിയിൽ പ്രൂവൺ റിസർവ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഗോൾഡ് 59,000 ടൺ മാത്രമേ ഉള്ളൂ. ഓരോ വർഷവും 3,650 ടൺ ഗോൾഡ് മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ച് നോക്കുകയാണെങ്കിൽ 2041 ആവുമ്പോഴേക്കും പ്രൂവൺ റിസർവ് മൈൻ ചെയ്ത് കഴിയും. പുതിയ റിസർവ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഗോൾഡിന് അവൈലബിലിറ്റി കൂടുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിലും ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ കൂടാൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ. 2,12,583 ടണ്ണില് 96,487 ടൺ ഗോൾഡും കീപ്പ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആയിട്ടാണ്. അതോടൊപ്പം തന്നെ കോയിൻസ്, അതുപോലെ തന്നെ ഗോൾഡ് ETF പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. ഇവരെല്ലാവരും കൂടി കീപ്പ് ചെയ്യുന്നത് 47,454 ടണ്ണാണ്. എല്ലാ സെൻട്രൽ ബാങ്കുകളും ഗോൾഡ് ആണ് സേഫ് ഹെവൻ അസറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഓർണമെന്റ് തന്നെയാണ് 45% വരുന്നത്. ഈ ഓർണമെന്റിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വരുന്നത് ഇന്ത്യയിലായിരിക്കും. കാരണം ഇന്ത്യയിലത്തെ ലേഡീസിന് വളരെ ഇഷ്ടമുള്ള ഒരു പ്രഷ്യസ് മെറ്റലാണ് ഗോൾഡ്. ഇപ്പൊ ഗ്ലോബലി കഴിഞ്ഞ 20 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഗോൾഡിൽ നിന്നുള്ള റിട്ടേണും മറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള റിട്ടേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നത് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നാണ്. അതിനോടൊപ്പം അല്ലെങ്കിൽ പല വർഷങ്ങളിലും ഇക്വിറ്റി മാർക്കറ്റിനേക്കാളും കൂടുതൽ റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് ആണ്. 2024 കലണ്ടർ ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് 21% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇതൊക്കെ ഗോൾഡിന്റെ ഒരു ഡിമാൻഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒരു കാറ്റഗറി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് വീണ്ടും ഗോൾഡിനോടുള്ള അഭിനിവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ ധാരാളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് കോയിൻസ് വാങ്ങാം, അതുപോലെ തന്നെ ഗോൾഡ് ബാറുകളൊക്കെ വാങ്ങാം. പക്ഷെ ഇതൊക്കെ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഫിസിക്കലി കീപ്പ് ചെയ്യേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷെ ഇത് കളവ് പോയേക്കാം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇത്തരത്തിലുള്ള പല ഇഷ്യൂസും ജനങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ ഇതിനൊക്കെ തടയിടാനായിട്ട് പല ഇന്നോവേഷൻസും ഈ രംഗത്ത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് രംഗത്തൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. ETF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് എന്താണ് ചെയ്യുന്നത്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കളക്ട് ചെയ്തുകൊണ്ട് ആ കാശ് ഇൻവെസ്റ്റ്മെന്റ് നടത്താണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തുന്നത്. അവർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, കമോഡിറ്റികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്തിനനുസരിച്ച് അതിന്റെ NAV എൻഡ് ഓഫ് ദ ഡേ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ടാണ് ആ NAV പബ്ലിഷൈസ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച്
എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പോലെ തന്നെ, പക്ഷെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ആ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഏത് കമോഡിറ്റിയിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റോക്കിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ സ്റ്റോക്കിന്റെയോ കമോഡിറ്റിയുടെയോ പ്രൈസ് എവറി സെക്കൻഡ് മാറുന്നുണ്ടായിരിക്കും. ആ മാറ്റത്തിനനുസരിച്ച് ഈ ETF-കൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ പ്രൈസിലും മാറ്റം വരും. ഈ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അതോടൊപ്പം തന്നെ ഇത് ഡിജിറ്റൽ ഫോമിലാണ്. ഡിജിറ്റൽ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിമാറ്റ്, അതായത് ഇലക്ട്രോണിക് ഫോമിൽ നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിസിക്കലായിട്ട് ഗോൾഡ് കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ തന്നെ ഭയമൊന്നും വേണ്ട, വളരെ സുരക്ഷിതമായിട്ടിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗോൾഡ് ETF 1 മില്ലിഗ്രാം മുതൽ വാങ്ങി തുടങ്ങാനായിട്ട് സാധിക്കും. 1 മില്ലിഗ്രാം ഗോൾഡ് ETF വാങ്ങണമെങ്കിൽ ഒരു ഗോൾഡ് ETF ഉണ്ട് 1 മില്ലിഗ്രാം വാങ്ങുക. അതായത് 7 രൂപ 90 അല്ലെങ്കിൽ 8 രൂപ പെർ മില്ലിഗ്രാം ആയിട്ട് നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. മറ്റ് ഫണ്ടുകളൊക്കെ ഓഫർ ചെയ്യുന്നത് 10 മില്ലിഗ്രാം, അതുപോലെ തന്നെ 1 ഗ്രാം ആയിട്ട് ഓഫർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ 1 മില്ലിഗ്രാം തൊട്ട് നമ്മുടെ ജനങ്ങൾക്ക് ഗോൾഡ് വാങ്ങാനുള്ള അവസരം ലഭിക്കുകയാണ്. ഇതൊക്കെ ഫിസിക്കലായിട്ട് കിട്ടണമെങ്കിൽ 1 കിലോഗ്രാം ആവേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇത് വിറ്റ് കഴിയുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് എത്രയാണോ മാർക്കറ്റിലുള്ളത് ആ പ്രൈസിനനുസരിച്ച് നമുക്കുള്ള പ്രൈസ് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്യൂരിറ്റി നോക്കുകയാണെങ്കിൽ 24 കാരറ്റിന്റെ പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ ETF-കളായിട്ട് ട്രേഡ് ചെയ്യുന്നത്. എല്ലാ വർഷവും 4000, 5000 ടെന്നിന്റെ ഡിമാൻഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഉയരത്തിലേക്ക് പോകുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്റെയൊക്കെ ഒരു വിലയിരുത്തൽ. ചരിത്രപരമായി മൂല്യമുള്ള സ്വർണം, യുദ്ധം, നാണയപ്പെരുപ്പം, വിപണിയിലെ ചാഞ്ചാട്ടം എന്നിവയ്ക്കെല്ലാം വലിയ അളവ് വരെ തടയിടാൻ പോന്നവയാണ്. സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ആഗോള സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഈ കുലീന ലോഹം. എന്നാൽ സ്വർണ്ണാഭരണങ്ങളിന്മേലുള്ള അതീവ താല്പര്യവും അതിന്മേലുള്ള നിക്ഷേപവും കാലക്രമത്തിൽ ഭീമമായ നഷ്ടമായി പരിണമിക്കാതിരിക്കാൻ കൂടിയ കരുതൽ ഉണ്ടായേ തീരൂ. ഇതിനായി സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ കൃത്യമായ സാമ്പത്തിക അച്ചടക്കവും അവബോധവും എല്ലാവർക്കും നൽകുക എന്നതാണ് ഉചിതമായ പോംവഴി. അവതരണം ആകാശവാണി കൊച്ചി FM 102.3.